ഹായ് എവ്രി വൺ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ഫിഷ് കറിയാണ് കേട്ടോ. മലേഷ്യയിലും സിംഗപ്പൂരിലും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ഇവിടുത്തെ പൊറോട്ട, റോട്ടി പൊറോട്ട എന്ന് പറയും, അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ്. മിക്ക കടകളിൽ കിട്ടും, ഇന്ത്യൻ ഷോപ്സിൽ. അപ്പോൾ ഒരു മലേഷ്യൻ ഇന്ത്യൻ ടച്ചുള്ള ഫിഷ് കറിയാണ്. ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ കറിയിൽ നിന്നൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു മീൻ കറി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഈ സ്പെഷ്യൽ മീൻ കറി. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണ്. സിംഗപ്പൂരും മലേഷ്യയിലും ഒരുപാട് പോപ്പുലറാണ്. ഇവിടെ പൊറോട്ട മേടിക്കുമ്പോൾ കൂടെ കിട്ടുന്ന ഒരു മീൻ കറിയാണ്. പിന്നെ വൈറ്റ് റൈസിനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, ഒരു 1/2 കപ്പോളം. അത് കുതിരാൻ വേണ്ടി വയ്ക്കുക. ഏറ്റവും ആദ്യം ഇത് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 350-400 ഗ്രാം വരെ മീൻ എടുക്കാം. ഞാനിവിടെ നെയ്മീൻ മുള്ളൊക്കെ കളഞ്ഞ് നല്ല പീസസ് ആക്കിയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം സൈസ് സവാള അരിഞ്ഞത്, ഒരു വലിയ നല്ല പഴുത്ത തക്കാളി അതും അരിഞ്ഞത്. അപ്പോൾ സവാള നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് 8 ചെറിയുള്ളി, ചുവന്നുള്ളി വേണം. അതിൻ്റെ കൂടെ 3 വലിയ അല്ലി വെളുത്തുള്ളി. ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാൻ പോകുന്ന ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ വാളംപുളി നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫിഷ് കറി പൗഡറാണ്. ഫിഷ് കറി മസാലപ്പൊടി ഒരു 4-5 ടേബിൾ സ്പൂൺ ആവാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യൽ ഫിഷ് കറി പൗഡറാണ്. അടുത്ത വീഡിയോ തന്നെ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു ഫിഷ് കറി പൗഡറാണ്. ഇതുപോലത്തെ കറി ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വല്ല ഫിഷ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. അതിന് വേറൊരു രുചി കിട്ടും. ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരുന്നാൽ ഇതേപോലെ അടിപൊളി കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. വേണമെങ്കിൽ പിന്നീട് 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുക ടേസ്റ്റ് നോക്കിയിട്ട്. ഇതിലേക്ക് പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ഒരു പേസ്റ്റ് ആക്കിയെടുക്കുകയാണ്. ആ ഡ്രൈ പൗഡറൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടണം. ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല, ഒരുപാട് കട്ടിയും പാടില്ല. അപ്പോൾ ഇവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുന്നത് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓയിലൊന്ന് ചൂടായിക്കോട്ടെ. അതേ സമയത്ത് വേറൊരു പാൻ, ഇതുപോലെ ഇരുമ്പിൻ്റെ ഇതുപോലത്തെ പാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഇതിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിരിക്കണം, പൾപ്പി ആക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് അതിലേക്ക് ഫ്ലെയിം വരുത്തിയാൽ പിന്നെ നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇടുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുണ്ടോ മീൻ കറിക്ക്. മുമ്പും ഞാനിത് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്ന ടിപ്പ്. അപ്പോൾ നിർബന്ധമില്ല. അല്ലെങ്കിൽ സവാളൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് തക്കാളി ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇതിട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം. അതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ആ സമയത്ത് തന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, ഉള്ളിയും വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി ഒരു ചെറിയ കളർ വ്യത്യാസം കാണും. അതുപോലെ ആ പച്ച മണങ്ങളൊക്കെ മാറും. അതേ സമയത്ത് നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഇതുപോലെ പൾപ്പി ആയിട്ടുണ്ട്. അത് റെഡിയായെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി അത് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഈ സവാളയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതുപോലെ ഒരു കളർ മാറ്റം കണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ പച്ച തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെയും വഴറ്റി ആ തക്കാളി സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ശകലം തിളപ്പിച്ച വെള്ളം ഒഴിക്കാം, ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കണ സമയത്ത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി പേസ്റ്റ്, വെള്ളത്തിൽ കലക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ കുറച്ച് നേരത്തെ ഈ മസാലപ്പൊടി വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ അത് തീരെ അടി പിടിച്ച മണമൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊടി നേരെ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ ടേസ്റ്റ് പെട്ടെന്ന് മാറിപ്പോകും, ഒരു കരിഞ്ഞ ചുവ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഞാൻ ആ ബൗളും കൂടി കഴുകി കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള അത്രയും തിളപ്പിച്ച വെള്ളവും അതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പുളി വെള്ളം, വളംപുളിയുടെ വെള്ളം, അതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഫ്ലെയിം കുറച്ചിട്ട് ഒരു 7 മിനിറ്റ് നമുക്കതൊന്ന് സിമർ ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം അത് നിങ്ങളുടെ താല്പര്യം പോലെ ചേർക്കണം. ഏഴ് മിനിറ്റ് സിമർ ചെയ്തതിന് ശേഷം നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ, 1-ാം പാലാണ് ഒഴിക്കുന്നത്. 1-ാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച്, ആ തേങ്ങാപ്പാലിന് തണുപ്പൊന്നും പാടില്ല, അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് ഇതൊന്ന് സിമർ ചെയ്യണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേർന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു മണം വന്നതിന് ശേഷം ആണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. 7 മിനിറ്റ് നമ്മൾ ഈ ചാറൊക്കെ നന്നായി കുക്ക് ചെയ്ത് നല്ലൊരു മണം വരും. അപ്പോഴാണ് കേട്ടോ മീൻ ചേർക്കാൻ പാടുള്ളൂ. മീൻ ചേർത്ത് പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. വെള്ളം വേണമെങ്കിൽ പിന്നെയും തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മീൻ ചേർത്തതിന് ശേഷം 8 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി സമയം കഴിയുമ്പോഴേക്കും നമുക്ക് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ പച്ചക്കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന കായപ്പൊടി, അതും കൂടി ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതും കൂടി ചേർത്ത് ബാക്കി സമയം ഈ മീൻ അതിൽ കിടന്ന് കുക്ക് ചെയ്ത് തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഇത് ഒക്കെ നിങ്ങളുടെ പാകത്തിന് ചെയ്യണം. അങ്ങനെ മീൻ വെന്തതിന് ശേഷം നല്ല ടേസ്റ്റുള്ള, സൂപ്പർ ടേസ്റ്റുള്ള ഒരു പ്രത്യേക തരം മീൻ കറിയാണ് റെഡി ആയിരിക്കുന്നത്. പിന്നെ വിളമ്പാൻ നേരത്ത് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുമ്പോൾ കുറച്ചും കൂടി കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ നേരത്തെ യൂസ് ചെയ്ത പാനിൽ 1 ടീസ്പൂൺ ഓയിലിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി എണ്ണ ചൂടായതിന് ശേഷം ഇട്ടൊന്ന് മൂപ്പിച്ച് എന്നിട്ട് ആ കറിയുടെ മുകളിൽ കൂടി ഒഴിച്ചാൽ നല്ലൊരു കളർ കൂടി കിട്ടും, പ്രസൻറ്റേഷന് വേണ്ടി മാത്രം. ഇത് ഇവിടെ സിംഗപ്പൂർ, മലേഷ്യ പൊറോട്ട, ഇവിടുത്തെ സ്റ്റൈല് റോട്ടി പൊറോട്ട എന്ന് പറയും ഇവിടെ. അതിൻ്റെ കൂടെ പലയിടത്തും കിട്ടുന്നതാണ്, വളരെ പോപ്പുലറാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ മീൻ കറി ഉണ്ടാക്കുമ്പോൾ. എല്ലാപ്പോഴും ഇത് നമ്മുടെ നാടൻ കറിന്ന് ഒരു ചേഞ്ച്, ശരിക്കും നല്ല ടേസ്റ്റും ഉണ്ട്. ഈ പൊറോട്ട അല്ലെങ്കിൽ നല്ല വെള്ള പൊന്നി അരിനേറ്റത് നന്നായിട്ട് ചേരണേണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് വിവരം അറിയിക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. ബൈ.